നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെ ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, പത്തനംതിട്ട ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായ നാശനഷ്ടങ്ങൾ എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ തന്നെ റാന്നി ടൗൺ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ വലിയ രീതിയിലുള്ള മഴ പത്തനംതിട്ടയുള്ള അതിതീവ്ര മഴ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയിൽ റാന്നി ടൗൺ ഏറ്റവും കൂടുതൽ ദുരിതം റാന്നിയിലാണ്. പ്രളയത്തിന് സമാനമായ രീതിയിൽ തന്നെ വെള്ളം ഒഴുകിയെത്തുന്നു. റാന്നി ടൗൺ പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം വെള്ളത്തിനടിയിലായത്. അതായത് മാമുക്ക് മുതൽ വലിയ പാലം വരെയുള്ള സ്ഥലങ്ങൾ, ഇട്ടിയപ്പാറ അടക്കമുള്ള ടൗണുകൾ മുങ്ങിയ സ്ഥിതിയിലാണ്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഈ വെള്ളത്തിന് അടിയിലായ സാഹചര്യമുണ്ട്. വലിയ കനത്ത നഷ്ടം ഈ മേഖലയിലെ വ്യാപാരികൾക്കുണ്ടായിട്ടുണ്ട്. ആളനാശം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മുന്നറിയിപ്പുള്ളതുകൊണ്ട് തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ റോഡിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ പൂർണ്ണമായും നിലച്ച സ്ഥിതിയാണ്. പന്തളത്തും അതുപോലെ തന്നെ വടശ്ശേരിക്കരിനും അടക്കമുള്ള പ്രദേശങ്ങളിൽ സമാനമായ രീതിയാണ്. മലയോര മേഖലകളിൽ ഇന്നലെ പെയ്ത മഴ ഇപ്പോഴും പെയ്യുന്നു. പക്ഷേ നഗരപ്രദേശങ്ങളിൽ ചെറിയ നേരിയ തോതിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും ഈ നദി ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയിൽ നിലയ്ക്ക് തന്നെ പമ്പ, അച്ചൻകോവിൽ, മണിമല, കക്കാട്ട് ആറ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ വെള്ളം വലിയ രീതിയിൽ ഒലിച്ച് മലയോര മേഖലയിൽ നിന്നും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയ ദുരിതം ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്നു. കടകളിൽ, വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. അതുകൊണ്ട് വലിയ നാശനഷ്ടം. ഓണക്കാലമാണ്, നമുക്കറിയാം, വലിയ നഷ്ടം ഈ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പൂമ്പാക്കുളം, അതുപോലെ തന്നെ കൊക്കാത്തോട്, വയക്കര എന്ന് പറയുന്ന ഗ്രാമം കോന്നിയിലെ പ്രദേശമാണ്. അവിടെ പൂർണ്ണമായി ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. അച്ചൻകോലാട്ട് കരകവിഞ്ഞതോടെ തന്നെ ഈ വയക്കരയിലേക്കുള്ള ഗ്രാമത്തിലേക്ക് വെള്ളം കയറി. അവിടെയും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ്. കൊക്കാത്തോട് നിലയ്ക്കപ്പാറ രാത്രി മണ്ണിടിച്ചിലൂടെ വലിയ രീതിയിൽ ചെറിയ ഒരു ഉരുൾപൊട്ടുണ്ടായി. അത്തരത്തിൽ വെള്ളം ഒലിച്ചിറങ്ങി. വീടിന് സമയമുള്ള ജീപ്പിന് കേടുപാടുകൾ സംഭവിച്ചു. വീടുകൾക്ക് ഭാഗ്യമായി കേടുപാടുകൾ സംഭവിച്ചു. അത്തരത്തിൽ ജില്ലയിലെ പല പ്രദേശങ്ങളിലും പന്തളം അടക്കമുള്ള മേഖലകൾ, താഴ്ന്ന പ്രദേശമാണ്, പന്തളം അടക്കമുള്ള മേഖലകളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ നിലം വെച്ച് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായി ഏകദേശം പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ട രീതിയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതിൽ ഏറെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഉള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പത്തനംതിട്ടയിലെ റാന്നി താലൂക്കിലും അതുപോലെ തന്നെ കോന്നി താലൂക്ക്, രണ്ട് താലൂക്കിലും നാശനഷ്ടങ്ങൾ പൂർണ്ണമായുണ്ട്. 2018 പ്രളയത്തിൽ ഇപ്പോൾ അതായത് ശശിനാരായണന് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് സംസ്ഥാനത്ത് 100ഓളം ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവിടെ ഈ റാന്നിയിലേക്ക് വരുമ്പോൾ റാന്നിയിൽ അതിവേഗം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴും ആളുകളെ അവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണോ? അതായത് മഴയ്ക്ക് ശമനമുണ്ടോ? വരും മണിക്കൂറുകളിൽ വെള്ളം ഉയരാനാണോ സാധ്യത? അഭിലാഷ, തീർച്ചയായും റാന്നിയിലെ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് ആ സ്ഥലത്തു നിന്നും ആളുകളെ, അപകടകരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെറിയ ബോട്ടുകളിൽ കൊണ്ടുവന്ന ആളുകളെ അവിടെ നിന്നും മാറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, പമ്പയാറിന്റെ ജലനിരപ്പ് ഉയർന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന വെള്ളം വലിയ രീതിയിൽ ക്രമാതമായി വരുന്ന ഒരു സാഹചര്യം പമ്പയാറിലുണ്ട്. അതുകൊണ്ടാണ് നദീ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഈ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. മണ്ണിടിച്ചിലാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ളതെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പക്ഷെ അതേസമയം പല സ്ഥലങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ എന്ന് പറയുന്ന ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് പല സ്ഥലങ്ങളിൽ മലയിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ ആള് താമസമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വലിയ ദുരന്തം ഉണ്ടാവാതിരിക്കുന്ന കാരണം. പക്ഷേ തീർച്ചയായും പത്തനംതിട്ടയിൽ നിന്ന് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ തിരികെ എത്താം ശശിനാരായണനിലേക്ക്. പത്തനംതിട്ട ജില്ലയിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് ഈ റാന്നി മേഖല ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. കനത്ത മഴ പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർത്തുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കോന്നി, കൊക്കത്തോട്, നെല്ലിക്കപ്പാറ എന്നിവിടങ്ങളിലെല്ലാം മണ്ണിടിച്ചിലുണ്ടായി. അവിടെയാണ് ശശിനാരായണൻ സൂചിപ്പിക്കുന്ന പോലെ ഈ മണ്ണിടിച്ചിലുകൾക്ക് ഒരു ഉരുൾപൊട്ടലിന്റെ സ്വഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വീടുകളിൽ ഉൾപ്പെടെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരെ ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് സംഘം മറ്റ് സുരക്ഷിത ഇടങ്ങളിലേക്ക് നീക്കുന്നത്. അതോടൊപ്പം തന്നെ നദികളിൽ നിന്ന് മണൽവാരം നിരോധിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുന്നു എന്നത് വലിയ പ്രളയ ഭീതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.